നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിലെ പല നഗരങ്ങളും ഇപ്പോൾ ഗുണ്ടകളുടെ നിയന്ത്രണത്തിലാണ് എന്നുകൂടി പറയേണ്ടി വരും. അത്തരം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഗുണ്ടാ വിളയാട്ടങ്ങളുടെ വാർത്തകൾ, ഗുണ്ടകൾ സാധാരണക്കാരായ മനുഷ്യരെ അടിച്ചുകൊല്ലുന്നത്, പരസ്പരം അവർ തന്നെ പോരടിച്ച് കൊല്ലപ്പെടുന്നത്, അങ്ങനെ പല വാർത്തകൾ. ഇന്നിപ്പോൾ കൊച്ചിയിൽ നിന്ന് വരുന്നത് ഗുണ്ടകൾ ഒരാൾ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി 10-60 ക്രിമിനൽ കേസുകളിലെ പ്രതികളായ ആളുകളെ കൂട്ടുവിളിക്കുന്നു, അവിടെ വലിയ ആഘോഷമൊക്കെ നടത്തുന്നു. അത് റീൽസാക്കി പ്രത്യേകം വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു. റീൽസൊക്കെ ഇറക്കി പ്രചരിപ്പിക്കാൻ മാത്രം, നിയമപരമായി ആർക്കും റീൽസ് ഇറക്കാൻ അതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഗുണ്ടകളായി ഏത് ഒളിച്ചും പാത്തും ചെയ്യേണ്ട ഒന്നല്ല, ഞങ്ങളിത് അഭിമാനപൂർവ്വം ചെയ്യുന്ന ഒന്നാണ് എന്ന മട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ഗുണ്ടകൾ മാറുന്നു. കാപ്പ നിയമപ്രകാരമൊക്കെ അകത്ത് കിടക്കേണ്ടവർ പുറത്തിറങ്ങി ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. എന്തിന് ജയിലിനകത്ത് നിന്ന് പോലും ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് കൊട്ടേഷൻ എടുക്കുകയും പുറത്ത് ആളുകൾക്ക് ആ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. യഥാർത്ഥത്തിൽ ശരിക്കും നമ്മുടെ കേരള പോലീസിന് എന്താണ് പറ്റിയത്? പോലീസിന് ഈ ഗുണ്ടകളെ പേടിയാണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനെ എത്തുന്നത്. ശ്രീ മുഹമ്മദ്, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗുണ്ടകളുടെ വിളയാട്ടങ്ങളുടെ വാർത്തകൾ വരുന്നു. ഗുണ്ടകളിപ്പോൾ റീൽസൊക്കെ ഇട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോലും കളിക്കുന്നതിന് അവർക്ക് യാതൊരു മടിയും തോന്നേണ്ടതില്ലാത്ത ഘട്ടത്തിലേക്കൊക്കെ മാറുന്നു. നമ്മുടെ പോലീസിന് ഈ ഗുണ്ടകളെ അടിച്ചമർത്തുന്നതിൽ അവർക്ക് പരാജയപ്പെട്ടതാണോ? നമസ്കാരമുണ്ട്. ഗുണ്ടകളിപ്പോ ഒരാളെ അകിലിനെ തച്ചൊന്നു, അങ്ങനെ പലതും കേൾക്കണ്, പലതും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നാടിന് ആപത്താണ്. അപ്പോ ഇവരെ അടിച്ചമർത്തുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്തുകൊണ്ട് വെച്ചാൽ പോലീസ് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം. ഇത് രാജ്യത്തിന് ആപത്ത് മാത്രമല്ല, ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനും പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അതിനെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം അറിയിക്കുന്നു. ശരി സാർ. ശരി, ഓക്കെ. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശിവജിയാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ശിവജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തൃശ്ശൂരൊക്കെ എങ്ങനെയാണ് ഈ ഗുണ്ടകളുടെ വിളയാട്ടവും ഗുണ്ടകൾ അവിടെ നഗരം നിയന്ത്രിക്കുകയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടോ? സാറേ, ഈ ചോദ്യത്തിന് രണ്ട് ഭാഗമായിട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അതിന് രണ്ട് ഭാഗമായിട്ട് പറയാം. ഒന്ന്, ചുരുക്കി പറയണം, പറഞ്ഞോളൂ. ഈ ഗുണ്ടായുസവും ഇത്തരം പ്രശ്നങ്ങളും നടക്കുന്നത് ഒന്ന് മനുഷ്യന്റെ ആത്മീയത എന്നത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരും എന്ത് ചെയ്യുക, ആരോടും ഭയമില്ലാതെ അല്ലെ ആരോടും ബഹുമാനമില്ലാത്ത ഒരു അവസ്ഥ. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ഭക്തി എന്നൊരു സംഭവം മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെടുക, ദൈവം എന്ന അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്, ആരോടും ബഹുമാനമില്ല. പിന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം. ഇനി ഇതിനെ അങ്ങനെ ആയി വരുവാണെങ്കിൽ ആരാണ് ചെറുക്കേണ്ടത്? സർക്കാരും പോലീസും. പക്ഷെ ഇതിൽ പലപ്പോഴും രാഷ്ട്രീയക്കാരാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ കേരള പോലീസിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, താങ്കൾ ആദ്യം പറഞ്ഞ ആത്മീയതയും ഇതുമായിട്ടൊന്നും ബന്ധവും പറയാൻ കഴിയില്ല. ആത്മീയതയൊക്കെ ഉള്ള ആളുകളൊക്കെ വലിയ കാണുന്നുള്ളൂ. മനുഷ്യനെ കൊല്ലുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ പിൻവാങ്ങണം. അവൻ ആരെങ്കിലും ഭയം ഉണ്ടാവണം, എന്തിനെങ്കിലും വിശ്വാസം ഉണ്ടാവണം. സ്വന്തം മാതാപിതാക്കളെ അല്ലെങ്കിൽ ഈശ്വരനെ വിശ്വാസമുള്ള ഒരു കാലാവസ്ഥയിൽ നിന്ന് വിശ്വാസത്തിന്റെ പേരിലാണ് ലോകത്ത് വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതും ഇതുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുമോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ പോലീസ് നിഷ്ക്രിയമാകാൻ കാരണം അത് തീർച്ചയായും രാഷ്ട്രീയവൽക്കരിച്ചു പോയിരിക്കുന്നു. അതായത് നേതാക്കന്മാർ പറയുന്നതും മറ്റുമല്ലാണ്ട് കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോലീസിനെ എത്തിച്ചു നമ്മുടെ സർക്കാർ. പ്രത്യേകിച്ച് CPM ഭരണത്തിൽ നമ്മുടെ നാട് നാശത്തിന്റെ അങ്ങേയറ്റത്തിന്, നിരന്തര ആത്മഹത്യ, സാമ്പത്തിക പ്രതിസന്ധി, അങ്ങനെ എല്ലാം കൊണ്ടും മനുഷ്യനാകെ കുഴപ്പത്തിലെത്തിരിക്കുന്നതിന് പ്രധാന കാരണം സർക്കാരാണ്. നിഷ്ക്രിയമായ ഒരു സർക്കാർ, നിഷ്ക്രിയമായ ഒരു മുഖ്യമന്ത്രി, പേഴ്സണൽ കാര്യം മാത്രം നോക്കുന്ന ഒരു മുഖ്യമന്ത്രി. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണെന്ന് തോന്നുന്നു. എന്തായാലും താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ എന്തായാലും ആത്മീയതയും വിശ്വാസവും ഒന്നും കൊണ്ട് തടയാൻ കഴിയുന്ന ഒന്നല്ല. ലോകത്ത് വിശ്വാസത്തിന്റെ പേരിലാണ് വലിയ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. കൂടുതൽ ചോരക്കള്ളങ്ങൾ സൃഷ്ടിച്ചതും പലപ്പോഴും വിശ്വാസത്തിന്റെ പേരിലൊക്കെ തന്നെയാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഗുണ്ടകളുടെ വിളയാട്ടങ്ങളുടെ വാർത്തകൾ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസമാണ് ഒരു പയ്യനെ അവർ കല്ലിനിടിച്ചാണ് കൊന്നത്. നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള മർദ്ദനങ്ങൾ. ഇന്നിപ്പോൾ അവർ ഗുണ്ടകൾ പ്രത്യേകം ആഘോഷം നടത്തി, ഗുണ്ടകളുടെ പാർട്ടിയൊക്കെ നടത്തി അവർ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ ആ പാർട്ടിയുടെ ആഘോഷമൊക്കെ സാധാരണ ജനങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ അതൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഞങ്ങളുടെ ഈ കൊല്ലം ജില്ലയിലേക്ക് ഒരു പഴയ കാലത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ആകുമെന്നാണ് കരുതുന്നത്. ഞാൻ കൊല്ലം ജില്ലക്കാരനാ. ആണല്ലേ? അപ്പൊ 1000 രൂപയും ആളൂര് കൊടുത്തു. ആളൂര് പുതിയ ആളായതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞ്.
പഴയ ഒരു വക്കീലിന്റെ പേരാണ്, ഞാനത് വിട്ടുപോയി. അദ്ദേഹം ഉണ്ടെങ്കിൽ മുള്ളൂര്. എന്തും ചെയ്യാം എന്ന മുള്ളൂര് എന്നായിരുന്നു ആ പേര്. തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനം മാറി. നമ്മൾ മെനഞ്ഞാന്നും ഈ വിഷയം സംസാരിച്ചല്ലോ, ഈ സംഭവം നടന്ന ദിവസം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും വിഷയമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും ഇതൊക്കെ തന്നെ നടക്കും. ഞാൻ മെനഞ്ഞാന്നും ഇത് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ നിയമത്തിന് ബലമില്ല. ഞാനതിന്റെ ഉദാഹരണ സഹിതം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെയൊക്കെ കാര്യം ഉദാഹരണ സഹിതം മെനഞ്ഞാന്നും പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ നിയമം, ഇതിന് ഞാൻ മെനഞ്ഞാന്നും പറഞ്ഞു, നിയമപാലകരെ നിങ്ങൾ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞു. നിയമം ശക്തമാക്കണം. ഇന്ന് തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ന് തന്നെ ഇവിടെ എന്തുവാ, ഗുണ്ട പുറത്തിറങ്ങിയപ്പോൾ 60ഓളം പേരാണ് സ്വീകരിച്ചത്. ഈ നാട് എങ്ങോട്ട് പോകുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കണം. രണ്ടാമത്, നമ്മൾ ഈ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നല്ലോ, പോലീസുകാര് വെറും പാവപ്പെട്ട, നമ്മളിപ്പോ വീട്ടിലൊരു പ്രശ്നം നടന്നാൽ 90 വയസ്സ് ചെന്ന അമ്മുമ്മ ഇടയ്ക്ക് തടസ്സം പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതേ അവസ്ഥയിലേക്ക് പോലീസ് അധപ്പതിച്ചു. കാരണം ജനകീയ പോലീസ് എന്നാ പറയുന്നത്. അതിൽ കുറേയൊക്കെ സോഷ്യൽ മീഡിയയ്ക്കും സ്വാധീനമുണ്ട്. പോലീസിന്റെ ആത്മവീര്യം ചോർന്നതിൽ പരോക്ഷമായി കുറച്ചൊക്കെ, ഞാൻ മീഡിയയെ തരം താഴ്ത്തി പറയുന്നതല്ല, കുറച്ച് മീഡിയയെ ഭയമുള്ളത് കൊണ്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയെ കൂടുതൽ ഭയമുള്ളത് കൊണ്ടാണ് പോലീസ് ഇന്ന് നട്ടലില്ലാത്ത പോലീസായി പോകുന്നത്. കേരള പോലീസിനെ കുറിച്ച് നമ്മൾ ഒരു കാലത്ത് അഭിമാനം കൊണ്ടിരുന്നു. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാൾ പോലീസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം കേസുകൾക്ക് തുമ്പുണ്ടായിരിക്കുന്നു. നമ്മൾ ജോളി കേസ് ഉൾപ്പെടെ എണ്ണിയാലൊടുങ്ങാത്ത കേസ്. ശരി, ഓക്കെ, താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി കണ്ണൂരിൽ നിന്നും ദാസനാണ്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ദാസൻ പറയാം. ദാസന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. അൽത്താഫാണ് എരുമേലിയിൽ നിന്നും. ശ്രീ അൽത്താഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ പലതരത്തിൽ വരുന്ന വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ 2 ആഴ്ചകളിൽ തരുന്ന ഒരു കണക്ക് തന്നെ എടുത്തപ്പോൾ 8ഓ 10ഓ ഗുണ്ട ആക്രമണങ്ങളുടെ, കൊലപാതകങ്ങളുടെ വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾക്കൊക്കെ നൽകേണ്ടി വന്നത്. അത്രത്തോളം കേരളത്തിൽ ഈ ഗുണ്ടകളുടെ ഒരു വിളയാട്ടം, പോലീസിന് അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടോ? സാറേ, ഇതിനകത്ത് പല ആളുകൾ രാഷ്ട്രീയമായിട്ട് പറയുന്നത് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഇത് പോലീസിന്റേത് CPM ആണ് ഭരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നതെന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയ പ്രേരിതമായിട്ട്. സ്വാഭാവികമല്ലേ, ഏത് പാർട്ടി ഭരിച്ചാലും ആ നാട്ടിലെ പോലീസിന് വീഴ്ച വന്നാൽ ആ ഭരിക്കുന്ന പാർട്ടിക്ക് അതിന് ഉത്തരവാദിത്വം ഇല്ലാന്ന് പറയാൻ കഴിയുമോ? ഭരിക്കുന്ന പാർട്ടിക്കുണ്ട്. പക്ഷെ നമ്മുടെ പോലീസ് സംവിധാനം ആകെ നിഷ്ക്രിയമാണെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇവിടെ ആകെ നിഷ്ക്രിയമാണ് എന്നല്ല പറയുന്നത്. നാട്ടിൽ ഗുണ്ടകൾ വിളയാടുന്നുണ്ട്. ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല. അത് യാഥാർത്ഥ്യമല്ലേ? നമ്മുടെ പോലീസ് സംവിധാനം വളരെ ശക്തമായിട്ടുള്ളതാണ്. ഈ ഗുണ്ടാ സംവിധാനം, നമ്മുടെ ഈ പോലീസുകാർ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം മാധ്യമങ്ങളിൽ ചർച്ച പോലീസുകാർ ഗുണ്ടായിസം എന്ന രീതിയിലാണ്. പോലീസുകാർ ഗുണ്ടായിസം കാണിച്ചാൽ അങ്ങനെ തന്നെ ചർച്ച ചെയ്യണ്ടേ? പോലീസുകാർ ഗുണ്ടായിസം കാണിക്കുമ്പോൾ നമ്മൾ അത് കേട്ടുകൊണ്ട് അടങ്ങിയിരിക്കണം. പോലീസുകാർ ഗുണ്ടായിസം കാണിക്കാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? ഇല്ലല്ലോ. ഞാനവരെ ന്യായീകരിക്കല്ല സാർ. അതിനകത്ത് നമ്മൾ കാണേണ്ട വിഷയം, ഒരേ സമയത്ത് പോലീസുകാർ നിഷ്ക്രിയമാണെന്നും മറ്റേ സമയത്ത് പോലീസ് ഗുണ്ടായിസം കാണിക്കുന്നു എന്ന് പറയുന്നത് രണ്ടും. പോലീസ് ഗുണ്ടായിസം കാണിക്കുമ്പോൾ ഗുണ്ടായിസം കാണിക്കുന്നു എന്ന് പറയും, പോലീസ് നിഷ്ക്രിയമായിരിക്കുമ്പോൾ നിഷ്ക്രിയമായിരിക്കും എന്ന് പറയും. പോലീസുകാർ ചെയ്യേണ്ടത് ഗുണ്ടായിസമല്ല, അവ നിഷ്ക്രിയമായിരിക്കുകയല്ല വേണ്ടത്. തീർച്ചയായും നമ്മളതിനകത്ത് കാണേണ്ടത്, കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകം നടന്ന് അതിന്റെ പ്രതികൾ പുറത്തിറങ്ങിയ കാരണം പോലീസുകാരാണ്. അത് കോടതിയിൽ നിന്നുള്ള നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ബലഹീനതയാണ് കാണിക്കുന്നത്. അത് നമ്മളവര് പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയില്ല. അവര് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് നമുക്ക് പോലീസുകാരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? പോലീസുകാരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ഈ ക്രിമിനലുകളെല്ലാം ചേർന്ന് അവരെ ഒരു പാർട്ടി നടത്തുന്നെങ്കിൽ, അതിൽ ആരെങ്കിലും പിടികിട്ടാപ്പുള്ളികൾ ഉണ്ടെങ്കിൽ, അതിൽ ഏതെങ്കിലും പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഒരു അങ്ങനെ കാര്യം ഇവിടെ നടക്കുന്നുണ്ട് എന്നതും, അല്ലെങ്കിൽ അങ്ങനെ നടത്താൻ അവർ ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പോലീസിന്റെ വീഴ്ച ഉണ്ടെന്നോട് പറയേണ്ടി വരില്ലേ? സാർ, നമ്മുടെ നിയമ സംവിധാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്നത്. നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ല. കാപ്പി അടക്കമുള്ള അതിശക്തമായ നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നടപ്പാക്കാൻ ആർജവമുള്ള സംവിധാനമാണ് വേണ്ടത്. പല കുറ്റകൃത്യങ്ങളും അകത്താകുന്ന ആളുകൾ പിന്നീട് അടുത്ത എത്ര നാള്, വളരെ ചുരുങ്ങിയ കാലഘട്ടം അകത്ത് റിമാൻഡിൽ കിടന്നിട്ട് പുറത്തിറങ്ങാണ്. അത് നമ്മൾ ചർച്ച ചെയ്യണ്ട. ആ പോലീസുകാർ ഇവര് പുറത്തിറങ്ങിയതിന് പോലീസുകാർക്ക് എന്താ പങ്കുള്ളത്? നമ്മളതിനെ അങ്ങനെ നമ്മൾ ആരെയും ആക്ഷേപിക്കുന്നില്ല എന്ന് മാത്രമല്ല, പോലീസിനെ അങ്ങനെ വല്ലാതെ ന്യായീകരിക്കുന്നുമില്ല. പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറഞ്ഞു കേട്ടല്ലോ, പെൺകുട്ടിയുടെ വിവാഹത്തിന് ശേഷം 6-7 ദിവസം കൊള്ള ഒരു പെൺകുട്ടി വന്ന് അത്രത്തോളം അവരുടെ ശരീരത്ത് പാടടക്കമുള്ളവരടുത്ത് കേസുമായി ചെല്ലുമ്പോൾ പോലീസുകാർ എന്താണ് പറയുന്നതെന്ന് അവർ പറഞ്ഞത് താങ്കളും കേട്ട് കാണുമല്ലോ. അത്തരമുള്ള പുഴുക്കുത്തുകൾ എല്ലാ സംവിധാനങ്ങളിലുണ്ട്. അത് തന്നെയാണ് പറയുന്നത്. ആ പുഴുക്കുത്തുകൾ ഈ സംവിധാനത്തിലുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ ആ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ തയ്യാറാണ്. അല്ല പോലീസ് സേന അപ്പാടെ അങ്ങ് ന്യായീകരിക്കുകയൊന്നുമല്ല വേണ്ടത്. അങ്ങനെയല്ല ഞാനങ്ങനെ പറഞ്ഞതല്ല സാർ. ഞാൻ അതിനകത്ത് നമ്മുടെ ഏതൊരു സംവിധാനത്തിലും അവര് വളരെ മികച്ച പോലീസ് സംവിധാനം, പല തുമ്പില്ലാത്ത കേസുകളിലും ഇപ്പൊ നമുക്ക് ഈ അടുത്ത ഇടയിൽ തന്നെ നമ്മൾ അങ്ങനെയുള്ള സമയത്ത് പോലീസിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസിന് തുമ്പില്ലാത്ത കേസ് കണ്ടുപിടിച്ചു എന്ന് കരുതി നാട്ടിൽ ഗുണ്ടകൾ വിളയാടുമ്പോൾ മിണ്ടാതിരിക്കുന്ന പോലീസിനെ നിങ്ങൾ മറ്റു കാര്യത്തിൽ നിങ്ങൾ മികച്ചവരാണ്, അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച പോലീസാണെന്ന് പറഞ്ഞ് നമുക്ക് അവരെ വിമർശിക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ല. അവർ തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് പറയണം.
നിഷ്ക്രിയമായിട്ട് അവരെ അങ്ങനെ പറയാൻ കഴിയില്ല. നമുക്ക് നിഷ്ക്രിയമാണ് ഈ വിഷയത്തിൽ, ഗുണ്ടകളുടെ വിഷയത്തിൽ നിഷ്ക്രിയമല്ല, അവർ ക്രിയാത്മകമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ലില്ല, അങ്ങനെ നമ്മൾ ഈ ഗുണ്ടകളുടെ വിഷയം എല്ലാ സമയത്തും ഉണ്ടാകുന്നതാണ്. ഗുണ്ടകളുടെ വിഷയം എന്ന് പറയാൻ നമ്മൾ ആ ഗുണ്ടകളെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം, അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്തം, നാട്ടിൽ അതിന് കാപ്പയടക്കമുള്ള ശക്തമായ നിയമങ്ങളുണ്ട്, അതൊക്കെ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ? അതൊക്കെ നമ്മൾ പറയുന്നു. നമ്മളതിനകത്ത് ഞാൻ അടച്ചാക്ഷേപിക്കുന്നതിന് മാത്രമാണ് ശരി, പറഞ്ഞത്. എന്തായാലും ഞങ്ങളും അടച്ചാക്ഷേപിക്കുന്നില്ല. തെറ്റ് കാണുമ്പോൾ തെറ്റാണെന്ന് പറയും. എല്ലാ തെറ്റിനെയും ന്യായീകരിക്കാനും തൽക്കാലം എന്തായാലും നമുക്ക് നിർവാഹമില്ല. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീജനാണ്. ശ്രീജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ കഴിഞ്ഞ 2 ആഴ്ചത്തെ കണക്ക് നോക്കുമ്പോൾ തന്നെ 8-10 ഗുണ്ട ആക്രമണങ്ങളുടെ, കൊലപാതകങ്ങളുടെ വാർത്തകളൊക്കെയാണ് മാധ്യമങ്ങളിൽ വരേണ്ടി വന്നത്. കാരണം ഇതെല്ലാം ഈ നാട്ടിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എവിടെ ഗുണ്ടകളെ അടിച്ചമർത്തുന്നതിൽ അല്ലെങ്കിൽ ഗുണ്ടകളെ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ നമ്മുടെ പോലീസിന് വീഴ്ചയുണ്ടോ? പോലീസിന് വീഴ്ചയുണ്ടെന്ന് പറയാനാവില്ല. പോലീസിന് ഗുണ്ടകളുടെ പുറകെ നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ ഗുണ്ടകളെ അടിച്ചൊതുക്കണം. പോലീസ് അതിന് ശരിക്കും ക്രിയാത്മകമായിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. ശരി, താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. മറ്റു പ്രേക്ഷകരുണ്ട്. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഗുണ്ട ആക്രമണങ്ങളുടെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഒരു ഗുണ്ട ജാമ്യം കിട്ടിയതിൻ്റെ പേരിൽ അവിടെ പ്രത്യേക പാർട്ടി നടത്തുന്നു. പാർട്ടിയിൽ ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ളവർ അല്ലെങ്കിൽ പിടികിട്ടാപ്പുള്ളികളടക്കമുള്ള 60-60ഓളം പേർ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്താണ് നമ്മുടെ കേരള പോലീസിന് ഗുണ്ടകളെ ഭയമാണോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. കേരള സർക്കാരിനെ അങ്ങനെ അടിച്ചാക്ഷേപിക്കാനൊന്നും പറ്റൂല. പോലീസിന് ഇതിൽ വീഴ്ച ഉണ്ട് സാർ. കാരണം മറ്റുള്ളവരുടെ സ്വത്തിനും ജീവനും പരിരക്ഷ നൽകുവാനാണ് ഒരു സർക്കാരും പോലീസും നമ്മുടെ രാജ്യത്തിനുള്ളത്. അതിന് പരിരക്ഷ തരുവാൻ പറ്റുകയില്ലെങ്കിൽ അത് നിഷ്ക്രിയാന്ന് പറയുമ്പോൾ അതിന് ചൊടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഈ ഗവൺമെന്റ് ആയതുകൊണ്ടായി നടക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. പക്ഷേ ഇപ്പൊ ഈ നടക്കുന്നതിന് ഈ ഗവൺമെന്റ് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. അതിന് യാതൊരു സംശയവും ഇല്ല. ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഈ അഴിഞ്ഞാട്ടം, ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം കുറച്ച് കൂടുതൽ തന്നെയാണ്. ഇനി ഇതിരിക്കട്ടെ, ജാമ്യം എടുത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ നടന്ന സമയത്തെങ്കിലും അവരെ പേരിൽ നടപടി എടുത്ത് അവരെ പിടിച്ചുള്ളിലിട്ടൂടെ? ക്രിമിനലുകളിലെ അഴിഞ്ഞാടുന്ന സാറ് പറഞ്ഞ പോലെ. അപ്പൊ ഇതൊക്കെ പോലീസിന്റെ വീഴ്ച തന്നെയല്ലേ? അപ്പൊ ഇതൊക്കെ ഇവർക്ക് എവിടുന്നൊക്കെയോ മോളിലുള്ള ഒരു സംരക്ഷണ വലയം എവിടുന്നോ കിട്ടുന്നുണ്ട്. അത് ഒരു പാർട്ടിന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അവസാനിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കണം. അത് ഭരണഘടന പറയുന്നല്ലേ സാർ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. കൊല്ലത്ത് നിന്നും ശ്രീരാജനാണ്. ശ്രീരാജൻ, താങ്കൾക്ക് പറയാം. ശ്രീരാജൻ, കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സം ഉണ്ടോ എന്ന് തോന്നുന്നു. രാമേന്ദ്രനാണ് പേരാമ്പ്രയിൽ നിന്നും. ശ്രീ രാമേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ പോലീസ് സംവിധാനം ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിൽ അവർക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ഇടവേളയ്ക്കുള്ള സമയമാകുന്നു. കേരളത്തിൽ ഗുണ്ട വിളയാട്ടത്തിൻ്റെ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു. കേരള പോലീസിന് ഗുണ്ടകളെ ഭയമാണോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമകൃഷ്ണനാണ് കൊട്ടാരക്കരയിൽ നിന്നും. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? രാമകൃഷ്ണൻ അല്ല, രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, ക്ഷമിക്കണം, പറഞ്ഞോളൂ. ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞോളൂ. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനങ്ങളുടെ എല്ലാം അവർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ സംവിധാനത്തിലൂടെ കടന്നു പോകുന്നില്ല. കാര്യം ഭരിക്കുന്നവർക്ക് പ്രത്യേക നിയമവും, അത് പ്രതിപക്ഷത്താണെങ്കിൽ മറ്റുള്ളവർക്ക് വേറെ നിയമവും, അതുപോലെ ഈ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഒക്കെ ഒരു ഹൈക്കോടതി ജഡ്ജി അടങ്ങുന്ന, പ്രതിപക്ഷ നേതാവ് അടങ്ങുന്ന ഒരു സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതി തീരുമാനിക്കുന്ന ഒരു കാര്യത്തിലേക്ക് വന്നാൽ പോലീസ് നേർവഴിക്ക് വരും. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്തളയും മറ്റേതുകളെയും ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരാഴ്ച പോലും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്യും. ഇതൊക്കെ നമ്മൾ ഇപ്പൊ മേജർ പ്രശ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? എന്നിട്ട് വ്യക്തമായി കണ്ടിട്ട് പോലും ആ കോടതി പറയാതെ കേസെടുത്തോ? ഇല്ല. അപ്പം ഇത്രയും വിഷയങ്ങളിലൂടെ ഇങ്ങനെ കടന്ന് പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒരിക്കലും സംഭവിക്കില്ല. ശരി, താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. മറ്റ് പ്രേക്ഷകരുണ്ട്. വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ സൂപ്പിയാണ്. ശ്രീ സൂപ്പി, താങ്കൾ ഈ വാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിരന്തരം ഈ വാർത്തകൾ കേൾക്കുന്നതാണ്, ഗുണ്ട വിളയാട്ടത്തിന്റെ വാർത്തകൾ. എന്തു തോന്നുന്നു? കേരള പോലീസിന് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാനിപ്പോ ഒരാഴ്ചയായി ട്രൈ ചെയ്തു, എനിക്ക് കിട്ടുന്നില്ല. ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല,
പിന്നെ ഇതിന് 4:26 വിളിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് എന്റെ ഫോൺ എടുക്കുന്നില്ല, മറ്റുള്ള കുറെ ആൾക്കാരുടെ ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായത്തില് അങ്ങനെ മനഃപൂർവ്വം എടുക്കാതിരിക്കുന്നില്ല, തിരക്ക് മൂലം ചിലപ്പോൾ കിട്ടാതെ പോകുന്നതായിരിക്കും. റിങ് ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവരെ ആ സമയത്ത് വിളിച്ചോണ്ട് ഒരേ സമയം നമുക്ക് 4 ലൈനുകൾ ആണ്, 4 പേരാണ് വെയിറ്റ് ചെയ്യുക. അതിൽ കൂടുതൽ പേര് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലോ. അങ്ങനെ വരുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും ആ ശ്രദ്ധിക്കാം. ഹലോ പറഞ്ഞോളൂ. കേരളത്തിൽ മാത്രമല്ല ഈ ഗുണ്ടായി കേസ്. നമുക്കറിയാലോ, കന്നുകാലികളൊക്കെ അടത്തുന്ന ആൾക്കാരൊക്കെ പിടിച്ച് ബൈക്ക് നിർത്തുക, എന്നിട്ട് തടഞ്ഞു നിർത്തിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ കന്നുകാലിയൊക്കെ ഓടിക്കുക. എറണാകുളത്തില്, ഉത്തർപ്രദേശിൽ, അങ്ങനെ സംസ്ഥാനത്തൊക്കെ അങ്ങനെയൊക്കെ സംഭവമൊക്കെ ഉണ്ട്. കേരളത്തിലെ സംബന്ധിച്ച് പറയുന്നത് ഭരണം ഇടതുപക്ഷത്തിന്റെ ആയതുകൊണ്ട് ചില കക്ഷികൾ, ഭരണമില്ലാത്ത ചില കക്ഷികളാണ് ഇത്തരം താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നത്. ഗുണ്ടായി സത്യത്തിന് വേണ്ടി എന്താ പണിയൊന്നുമില്ല, വേറെ പണിയൊന്നുമില്ല. അതാണ് ഈ ഗുണ്ടായിസം കേരളത്തിൽ നടക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. ഗുണ്ട എന്ന് പറയുമ്പോൾ അയാളുടെ പേരിൽ എത്ര കേസ് ഉണ്ടാവും സാറിന് അറിയോ? അറിയുമെങ്കിൽ പറയാ. ഒരു ഗുണ്ട എന്ന് പറയുമ്പോൾ ആ ഗുണ്ടക്കെതിരെ കേസ് പോലീസ് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടാണ് അയാളെ ഗുണ്ട എന്ന് പറയാ. അപ്പൊ പോലീസിന്റെ നടപടികൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോഴും വെറുതെ പോലീസിനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പോലീസിനെ പറയാനായിട്ട് ജനങ്ങൾക്ക് പ്രത്യേക ഒരു താല്പര്യമുള്ളതാണ്. അങ്ങനെ പറഞ്ഞാണ് ഈ പോലീസ് കേസ് എടുത്ത് കറക്റ്റായിട്ട് കോടതിയിൽ കൊടുക്കും. കോടതിയിൽ നിന്ന് ഇവര് ജാമ്യത്തിൽ ഇറങ്ങും. അപ്പൊ വീണ്ടും പോലീസ് ചെയ്ത് ഈ ശ്രീ സുരേന്ദ്രൻ, താങ്കളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ കേരള പോലീസ് നല്ലത് ചെയ്യുമ്പോൾ നല്ലതെന്ന് പറയുകയും കേരള പോലീസ് വികാരം ഞാൻ പറഞ്ഞുതരാം. കേരള പോലീസ് നല്ലത് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ലതെന്ന് പറയും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ അനുവദിക്കാറുണ്ടോ? എങ്ങനെയാണ്? നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പറയാൻ അനുവദിക്കാറുണ്ട്? ഏതെങ്കിലും ഒരു പ്രേക്ഷകനോട് മാധ്യമങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവന്റെ ഫോൺ കട്ട് ചെയ്യും. അവനെ അങ്ങനെ ആരുടെയും ഫോൺ കട്ട് ചെയ്യാറില്ല. കൃത്യമായി തന്നെ അവർക്ക് പറയാൻ അനുവാദം കൊടുക്കാറുണ്ട്. എല്ലാവർക്കും വികാരങ്ങളുണ്ട്. അല്ല, താങ്കൾ പറയുന്നത് പോലീസിനെ എല്ലാ കാലത്തും ന്യായീകരിക്കാൻ കഴിയില്ല. പോലീസിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അത് വീഴ്ച ഉണ്ട് എന്ന് തന്നെ പറയും. ന്യായീകരിക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളിലും മാധ്യമ പ്രവർത്തകരെയും ന്യായീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ വിഷയമല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലീസിന്റെ വിഷയമല്ലേ? പോലീസ് ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അത് തന്നെയാണ് പറയുന്നത്. കേരളത്തിൽ നിരന്തരം ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടാകുന്നത്, കേരളത്തിൽ ആളുകളെ തല്ലിക്കൊല്ലുന്നത്, ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത്. മാധ്യമങ്ങള് അവർക്ക് തെറ്റുപറ്റില്ല. ഞങ്ങൾ മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റില്ലെന്ന് ആര് പറഞ്ഞു? സുരേന്ദ്രൻ, നിങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് ഒരു നിമിഷം കേൾക്കാൻ കഴിയുമെങ്കിൽ കേൾക്കൂ. മാധ്യമങ്ങളുടെ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്, പോലീസിന്റെ വിഷയമാണ്. പൊതുവേദിയിൽ അതാത് ദിവസം ചർച്ച ചെയ്യുന്ന വിഷയം പോലീസിനെ കുറിച്ചാണെങ്കിൽ താങ്കൾക്ക് പറയാം. അതെ, നമ്മുടെ മന്ത്രിസഭ ഇവിടുത്തെ ഗവൺമെന്റിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇത്രയും നേരം ആൾക്കാർ പറഞ്ഞല്ലോ ഇവിടെ പിണറായി വിജയന്റെ മറ്റു കാര്യങ്ങളെല്ലാം സംസാരിച്ചല്ലോ സാർ. അതിനെന്താണ് കുഴപ്പം? അപ്പൊ ബാക്കി നിങ്ങളെ വിമർശിക്കാൻ പാടില്ല. ഞങ്ങളെ മാധ്യമങ്ങളെ എവിടെ വിമർശിച്ചു? താങ്കൾ ആരും വിമർശിച്ചു? ആ ഒരു വിഷയം ഇവിടെ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ. എന്ത് പറഞ്ഞു? താങ്കൾ പോലീസിനെ ന്യായീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. താങ്കൾ പോലീസിനെ വല്ലാതെ ന്യായീകരിച്ചു. ആ ന്യായീകരിച്ചപ്പോൾ ആ ന്യായീകരണം ശരിയല്ല എന്ന് പറഞ്ഞു. അതല്ല, പോലീസ് ഒരു ഗുണ്ട എന്ന് വിളിക്കണമെങ്കിൽ അവനെതിരെ എത്ര കേസ് ഗുണ്ട എന്ന് വിളിക്കുന്നോ വിളിക്കാത്തതല്ല വിഷയം. സാധാരണക്കാരനായ മനുഷ്യന് ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് വായിക്കാം. ഞാൻ ലിസ്റ്റ് എടുത്ത് എന്റെ കയ്യിൽ പേപ്പറിൽ എഴുതി വെച്ചിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 9 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ വന്ന പോലീസ് കൃത്യമായി ചെയ്ത ഡ്യൂട്ടി ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പോലീസ് കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഒരു കൂട്ടം ആളുകൾ വന്ന് ചെറുപ്പക്കാർ വന്ന് ഒരു ചെറുപ്പക്കാരനെ കല്ലിലിടിച്ച് കൊല്ലുമോ? കേരളത്തിലെ പോലീസ് ഇന്ത്യയിലെ നമ്പർ 1 പോലീസാണോ അല്ലയെന്നുള്ള അല്ല വിഷയം. ഞങ്ങൾ അടച്ചാക്ഷേപിച്ചില്ല. താങ്കൾ അടച്ച് ന്യായീകരിക്കുന്നു. ഞങ്ങൾ അടച്ച് ആക്ഷേപിക്കുന്നില്ല. എരുമേലി എന്നുള്ള സുഹൃത്ത് പറഞ്ഞപ്പോ സാർ അതിനെ വിമർശിച്ചു. തീർച്ചയായും വിമർശിച്ചു. താങ്കൾ പറയുമ്പോഴും വിമർശിക്കും. പറഞ്ഞത് അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ടില്ല. സാറിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കേണ്ട. കേരളത്തിലെ പോലീസ് ആകെ അങ്ങ് മഹത്തായ പോലീസാണ്. അവരാകെ കൂടിക്കൊണ്ട് കേരളത്തിലെ ഗുണ്ടകളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ കേരളത്തിൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യന് കഴിയില്ല. വരുന്ന പ്രതിക്ക് എന്തെങ്കിലും കുറ്റം ചെയ്താലേ അവരെ വീണ്ടും മഹത്താക്കാൻ പറ്റുള്ളൂ. അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജാമ്യം കിട്ടിയ പ്രതിയല്ലേ ഇന്നാള് റോഡിലിട്ട് അടിച്ചത്? ഇത് ആരാ ഇതിന് ഉത്തരവാദിത്വം? എന്തെങ്കിലും കാര്യം പറഞ്ഞ് എവിടുന്നാലും കുറച്ച് ദിവസം ജയിലിലിട്ടിട്ട് അവരെ പുറത്തേക്ക് വിടും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? താങ്കൾ പറയുന്നത് കേരളത്തിലെ പോലീസ് വളരെ മികച്ച രീതിയിൽ ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അല്ലേ? അല്ല, അങ്ങനെ അഭിപ്രായം ഉണ്ടോ? വളച്ചൊടിക്കുന്നു വേണ്ട. അല്ല, അങ്ങനെ അഭിപ്രായം ഉണ്ടോ താങ്കൾക്ക്? ഇപ്പൊ ഇവര് ഗുണ്ടകള് അവിടെ ചേർന്നു എന്ന് പറഞ്ഞു. ഇവര് എന്താ അന്യായമായിട്ട് ചെയ്തിട്ടാ? പോലീസിന് കേസെടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങളല്ലേ കേസെടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവര് ഗുണ്ടയാണ്, അല്ല ഒരു കേസിൽ പ്രതിയാണെന്ന് കണ്ട് വീണ്ടും പോയിട്ട് ചെയ്യാൻ പറ്റുമോ?
നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന കേസ് അങ്ങനെ കേസ് എടുക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞങ്ങൾ ആവശ്യപ്പെട്ടു അങ്ങനെ കേസ് എടുക്കണമെന്ന്. ചോദ്യമായിട്ട് പോലീസ് പ്രവർത്തിച്ചില്ലെങ്കിൽ സാർ പറയും. അതാണ് നിയമപരമായി പോലീസ് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നാട്ടിൽ ഇത്തരം ഗുണ്ട ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിമർശിക്കപ്പെടണം എന്നാണ് എന്റെ അഭിപ്രായം. അതൊരു എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കലർത്തരുത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും താങ്കൾ സുരേന്ദ്രൻ സ്ഥിരമായി സംസാരിക്കുമ്പോൾ താങ്കൾ ഇങ്ങനെയാണ്, അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കാൻ തയ്യാറാവില്ല. ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, പോലീസിനെ അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയല്ല. അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. പോലീസ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പൊതുവേദി ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ പോലീസിന് ഇന്ന് വീഴ്ച ഉണ്ടായാൽ ആ വീഴ്ചയായി തന്നെ പറയും. നല്ലത് വരുമ്പോൾ നല്ലതെന്ന് തന്നെ പറയും. അല്ലാതെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായും കേരള പോലീസ് ആകെ മഹത്തായ പോലീസാണെന്ന് പറയാനോ ഇല്ല. വീഴ്ചയും വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ് പലപ്പോഴും ചർച്ച നടത്തുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. രാജനാണ് കൊല്ലത്തു നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് പറയാം. സാറേ, മുമ്പ് വിളിച്ചപ്പോ കട്ടായി പോയി. ഞാൻ ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് രജോഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് സാർ. അപ്പോ അവിടുന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ഇവിടെ കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ 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 വ്യത്യാസമാണ്. കാരണം ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, പുള്ളിയുടെ പേര് ഇവിടെ എഴുതി വെക്കാനോ പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ പിന്നെ കടലാസ് ഒട്ടിക്കാനോ ഒന്നും സമ്മതിക്കുന്നില്ല BJP-യുടെ ആൾക്കാര്. ശ്രീരാജൻ, നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കുന്നതല്ലേ നല്ലത്? ഈ വിഷയത്തിൽ സംസാരിക്കാം. ഇത് അതുപോലെ ഗുണ്ടായിസാണ് സാർ ഇവിടെ നടക്കുന്നത്. ആ പാർട്ടിയുടെ ഒരു യോഗം നടത്താൻ സമ്മതിക്കില്ല. അപ്പൊ ഞാൻ അവിടുത്തെ ഒരാളിനോട് ചോദിച്ചു, പോലീസിനോട് പറഞ്ഞാൽ പോരെ. അപ്പൊ പോലീസുകാർ പറയുന്നത് ശരി, ഓക്കെ. എന്തായാലും തൽക്കാലം ഈ വിഷയം അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൽ തുടരാൻ നിർവാഹമില്ല. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? പോലീസിനല്ലാതെ ഗുണ്ടകൾ നടക്കാൻ പോലെ ആർക്കും പറ്റൂല. നമ്മൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ കോട്ടയത്ത് കണ്ടില്ലേ, ഒരു 10-18 വയസ്സിലെ ചെക്കന കുഞ്ഞു മോന കൊന്നിട്ട് പോയ ശേഷം മുമ്പ് കൊണ്ടിട്ട് കൊടുത്തില്ലേ ഗുണ്ട. ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ UP-ല്, ആന്ധ്രയില്, തമിഴ്നാട്ടിലൊക്കെ പോലെ പോലീസ് ഇവരെ ഷൂട്ട് ചെയ്തതാണ്. കാരണം പോലീസ് ആക്രമിക്കാൻ നോക്കി തിരിച്ചു വെടിവെച്ചു തത്വം. അങ്ങനെ വേറെ ഇതിനൊക്കെ ഒരു ബലയും കൊടുക്കുന്നത് അങ്ങനെയൊന്നും എന്തായാലും ചെയ്യാൻ കഴിയില്ല. അതൊന്നും ഒരു ആധുനിക സംവിധാനത്തിന് യോജിച്ച ഒരു നിലപാടുമല്ല. അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പോലീസ് തിരിച്ച് ഗുണ്ടകൾ വൃത്തിയേട് കാണിച്ചെന്ന് കരുതി ഒരാളെ കൊന്നെന്ന് കരുതി പോലീസ് തിരിച്ചു കയറി കൊന്നുകളയാമെന്നൊക്കെ പറയുന്നത് അതൊരിക്കലും ഉത്തരമല്ല. അത് ജനാധിപത്യ സംവിധാനത്തിൽ യോജിക്കുന്നതുമല്ല, അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല. പോലീസ് അങ്ങനെ ആർക്കും അടിക്കാനും കൊല്ലാനും ഒന്നും അവകാശമുള്ള ആളുകളൊന്നുമല്ല. അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ശക്തമായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കുകയാണ് പോലീസുകാർ വേണ്ടത്. അല്ലാതെ അവരെ തിരിച്ച് വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ നടന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ വേണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എന്ന് മാത്രമല്ല, അതൊക്കെ ശക്തമായ രീതിയിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ശ്രീ ദീപു ആണ്. ശ്രീ ദീപു, കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ഗുണ്ടകളുടെ ആക്രമണങ്ങളുടെ, കൊലപാതകങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കേരള പോലീസിന് ഇവരെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്കോട്ട്ലൻഡ് യാർഡ് എന്നാണ് പറയുന്നത്. അവിടെ ഗുണ്ടാക്രമണമേ കാണില്ലായിരിക്കും അല്ലെ? അമേരിക്കയിലെ പോലീസിന്റെ അവിടെ ഒരു ഗുണ്ടാക്രമണവും നടക്കില്ല. കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. ഇപ്പോൾ എവിടെയൊക്കെ മനുഷ്യരുണ്ടോ മനുഷ്യരുടെ വിധവിധ സ്വഭാവം അനുസരിച്ച് വരും. അത് കൂടുതൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ട് പോലീസ് സേന മുഴുവൻ മോശമാണെന്നോ അല്ലെങ്കിൽ അവർ അങ്ങനെയല്ല നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നതെന്നോ പറയുന്നതിനകത്ത് അർത്ഥമില്ല. പിന്നെ ഇന്റലിജൻസ് സംവിധാനം വളരെ കൃത്യമായിരിക്കണം. ആരെവിടെ മൂവ് ചെയ്യുന്നു എന്തെന്നൊക്കെ അറിയാനുള്ള കൃത്യമായ സംവിധാനം പോലീസ് നടപ്പാക്കേണ്ടതുണ്ട്. അതിനകത്ത് വീഴ്ച പറ്റിയ ആരാണോ അതിന്റെ മേധാവി അവരെ നമുക്ക് കുറ്റം പറയേണ്ടതുണ്ട്. അതിനകത്ത് അവർ മുന്നോട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പോലീസിനെ കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങൾ മാധ്യമങ്ങളാണ് പോലീസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് പറയാൻ പാടില്ല, അത് വേറെ വിഷയമാണെന്ന് പറയുന്നത് നിങ്ങൾ ഒരു നാലാം സിംഹമാണെങ്കിൽ ഈ ഭരണകൂടത്തിന്റെ ഭാഗമാണ് പോലീസ്, അതിൽ വേറൊരു സിംഹമാണ്. നിങ്ങൾ ഒരാളെ കുറ്റപ്പെടുമ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്താമല്ലോ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോസ്കോ കേസിലെ പ്രതികളാണ് കുറ്റപത്രം സമർപ്പിച്ചു. അവർ ഇപ്പോഴും ആ സ്ഥാപനത്തിൽ മേധാവിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ മേധാവിയായിട്ട് മറ്റു സ്ഥാപനങ്ങളെ കുറിച്ചുള്ള തൽക്കാലം അഭിപ്രായ പറഞ്ഞല്ലോ. മറ്റു സ്ഥാപനങ്ങളെ കുറിച്ചുള്ളതും ആ കേസിന്റെ വിഷയം എന്താണെന്നും എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. ആ കേസിന്റെ എന്താണ് കാര്യമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾ രാഷ്ട്രീയപരമായ ഉദ്ദേശത്തോടുകൂടി ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത്രേ ഉള്ളൂ. അതിനകത്ത് അത്രേ ഉള്ളൂ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് മാന്യമായ പ്രതികരണമാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെങ്കിൽ അത് കേൾക്കാനും, താങ്കൾ പറഞ്ഞ തുടക്കത്തിൽ മുഴുവൻ സമയം കേട്ടല്ലോ, അതെല്ലാം കേട്ട ശേഷമാണല്ലോ, അതിനുശേഷം തന്നെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അടുത്ത പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ഉമേഷ് ആണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കേരളത്തിലെ ഗുണ്ടകളുടെ വിളയാട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ പോലീസിന് പരാജയം സംഭവിക്കുന്നുണ്ടോ?
തീർച്ചയായും വൻ പരാജയം തന്നെയാണ്. ഈ അടുത്ത കാലത്തായി LDF സർക്കാർ വന്നത് ഈ ഒരു അടുത്ത കാലത്തായിട്ടുള്ള വൻ ഗുണ്ടാ സംഘത്തിന്റെ അങ്ങേയറ്റം അക്രമം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആ ഒരു ചെറുപ്പക്കാരനെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് തന്നെ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നിയമ സംവിധാനത്തിൽ തന്നെ ഇതിന് പല മാറ്റങ്ങൾ വരണം. അതായത് ഈ സർക്കാരിൽ നിന്നുള്ള ഇത്തരം നിയമ സംവിധാനങ്ങളിൽ എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച പ്രേക്ഷകരിൽ നല്ലൊരു ശതമാനവും പോലീസ് സംവിധാനം നമ്മുടെ നാട്ടിലെ ഗുണ്ടകളെ അടിച്ചമർത്തുന്നതിൽ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. എന്നാൽ ചിലരെങ്കിലും അങ്ങനെയല്ല, കേരള പോലീസ് അതിശക്തമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഈ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടാകുന്നു എന്നതുകൂടി അംഗീകരിക്കുന്നുണ്ട്. ചിലർ അങ്ങനെയല്ല, വല്ലാതെ കേരള പോലീസിനെ ന്യായീകരിച്ചുകൊണ്ട് ആണ്, അതിനു പകരം മറ്റു വിഷയങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതികരിച്ചത്. സ്വാഭാവികമാണ്, ഓരോരുത്തരുടെയും രാഷ്ട്രീയത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങളാവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. പൊൻകതിർ പുട്ട് സോപ്പ്